വെൽക്കം ബാക്ക് ടു ലേണിനോ. പി എസ് സിയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ജൂനിയർ ഇൻസ്ട്രക്ടർ. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ. വിവിധ ട്രേഡുകളിൽ ഈ ഒരു പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 37,400 to 39,000 വരെയുള്ളതാണ്. അപ്പൊ നല്ലൊരു സ്കെയിൽ ഓഫ് പേയിലുള്ള നല്ലൊരു പോസ്റ്റ് ആണ്. അപ്പോൾ ഇതില് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/1/2024. ഈ മാസം 31 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാറ്റഗറി നമ്പർ 641/2023 to 674/2023 വരെയാണ്. അപ്പൊ അത്രയും അധികം ട്രേഡുകളിൽ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ആർക്കൊക്കെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത്. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയാം. ആദ്യം നമുക്ക് ഏതൊക്കെ ട്രേഡിലാണ് വിളിച്ചിട്ടുള്ളത്, എത്ര വേക്കൻസീസ് ഉണ്ട് നോക്കിയിട്ട് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഇലക്ട്രോണിക്സുകാർക്ക് ഏതൊക്കെ അപ്ലൈ ചെയ്യാം, ഇലക്ട്രിക്കലുകാർക്ക് ഏതൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, സോ നമുക്ക് ട്രേഡുകൾ ഇത്രയാണ്. ഞാൻ പറഞ്ഞു 641 മുതൽ 674 വരെയുള്ള കാറ്റഗറി നമ്പറിൽ ഹോർട്ടിക്കൾച്ചർ, ഡ്രസ് മേക്കിംഗ്, മെക്കാനിക്, അഗ്രികൾച്ചർ, മെഷീനറി, ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ, fashion design and technology, hospital housekeeping, plastic processing operator, laboratory assistant, technician, medical electronics, digital photographer, architectural draftsman, front office assistant, lift and escalator mechanic, technician mechatronics, tool and die maker, electronic mechanic, draftsman, civil mechanic, diesel fitter, pump operator cum mechanic, turner, instrument mechanic, machinist, sheet metal worker, refrigeration and air conditioning technician, painter, then stenographer, secretarial assistant, driver cum mechanic, electroplater, mechanic, consumer electronic appliances, cosmetology, electrician, wireman, wood work technician. അപ്പൊ ഇത്രയും അധികം പോസ്റ്റുകളിലേക്കായിട്ടാണ്, ഇത്രയും അധികം ട്രേഡുകളിലേക്കായിട്ടാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത്. അപ്പൊ ഇതില് ഈ 641 മുതൽ 666 വരെയുള്ള പോസ്റ്റിലേക്ക് ഉള്ളത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതില് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഇനി ബാക്കിയുള്ളതിൽ നമുക്ക് ഓരോ എത്ര വേക്കൻസി ഉള്ളത് കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കൂ, മെക്കാനിക് ഇലക്ട്രോണിക് അപ്ലയൻസസിൽ 10 വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ കോസ്മെറ്റോളജിയിൽ 2, ഇലക്ട്രീഷ്യൻ 5, വയർമാൻ 8, വുഡ് വർക്ക് ടെക്നീഷ്യനിൽ 1 പോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ട്രേഡുകളുടെയും അതുപോലെ തന്നെ വേക്കൻസീസിന്റെയും ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രോണിക്സുകാർക്കും ഇലക്ട്രിക്കലുകാർക്കും, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നതും ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ റിലേറ്റഡ് ട്രേഡിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സുകാർക്കും ഇലക്ട്രിക്കലുകാർക്കും ഏതൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഇതില് നമുക്ക് 19 to 44 വരെ ഏജ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഏജ് റിലാക്സേഷൻ, നോർമലി ഏജ് റിലാക്സേഷൻ ഉള്ളവർക്കൊക്കെ അതിനനുസരിച്ച് അതും അവൈലബിൾ ആയിരിക്കും. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നോക്കൂ, SSLC or its equivalent qualification, then NTC സർട്ടിഫിക്കറ്റ്, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവര്, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവര്, അത് അവരവരുടെ ട്രേഡുകളിൽ NTC അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവരെ. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഓർ ഡിപ്ലോമ ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ്. അപ്പോ ഡിപ്ലോമക്കാർക്ക് അപ്ലൈ ചെയ്യാം. ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നതാണ്, ഡിപ്ലോമക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓർ ഇറ്റ്സ് ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻ. അപ്പൊ ഇതിനെ പറ്റി വീണ്ടും ഡൗട്ട് ആണ്. അപ്പൊ അതിനു വേണ്ടി തന്നെ ആ നോട്ടിഫിക്കേഷനിൽ കുറെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം, ഇക്വാലൻസി ഹയർ ഒക്കെ വെച്ച് അപ്ലൈ ചെയ്യാം. അപ്പൊ അതിൽ പറയുന്നത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അതാത് സമയത്ത് വരുന്ന റൂൾ അനുസരിച്ച് അത് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ്. അപ്പൊ അത് വെച്ച് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളത്, ദാറ്റ് മീൻസ് ബിടെക്കുകാർക്കും എംടെക്കുകാർക്കും ഒക്കെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിനകത്ത് ഒരു ഡൗട്ട് വേണ്ട, കൃത്യമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഡിപ്ലോമക്കാർക്കും ബിടെക്കുകാർക്കും ഒക്കെ അവരവരുടെ ട്രേഡിൽ ഏതിലാണോ ഇക്വാലൻസി കൊടുത്ത് ചെയ്യാൻ പറ്റും, അപ്പൊ അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇലക്ട്രോണിക്സുകാർക്ക് ടെക്നീഷ്യൻ, മെഡിക്കൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസസ്, ഇത്രയും ട്രേഡുകളിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ കുറച്ച് പേർക്ക് ഡൗട്ട് മെഡിക്കൽ ഇലക്ട്രോണിക്സിന്റെ കേസിലാണ്. പക്ഷെ അതിന്റെ ഈ പറഞ്ഞതുപോലെ ആ ലിങ്കിൽ കൊടുത്തിട്ടുള്ള ഇക്വാലൻസി വെച്ചിട്ടുള്ളതിൽ കൃത്യമായിട്ട് ബിടെക് ഈസിക്കാർക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് കാരണം ബയോമെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ അവർ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. എനിവേ മെഡിക്കൽ ഇലക്ട്രോണിക്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ ബിടെക് ഈസിക്കാരൊക്കെ പഠിക്കുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് ഒരു അവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിൽ രണ്ടിലും 649/2023 ആൻഡ് 656/2023 രണ്ടിലും ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസിൽ 10 വേക്കൻസി ആണ് ഉള്ളത്.
ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഇത് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറെ സബ്ജക്റ്റുകളൊക്കെ കോമൺ ആയിട്ട് വരും. ഇപ്പൊ കൺസ്യൂമർ ഇലക്ട്രോണിക്സിലാവുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇലക്ട്രോണിക് അപ്ലയൻസസിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. LED, LCD, TV അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് പഠിക്കേണ്ടി വരും. ഇലക്ട്രോണിക് മെക്കാനിക്കൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കോർ സബ്ജക്ട് ഇലക്ട്രോണിക്സിന്റെ കോർ സബ്ജക്ട് ആണ് വരെ. ടെക്നീഷ്യൻ മെഡിക്കൽ ഇലക്ട്രോണിക്സിൽ വരുമ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സിന്റെ കോർ സബ്ജക്ട് കൂടാതെ കുറച്ച് മെഡിക്കൽ ഇലക്ട്രോണിക്സ് സബ്ജക്ട്സും കൂടെ അതിനകത്ത് വരും. അപ്പൊ അത് എക്സ്ട്രാ പഠിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് ടെക്നീഷ്യൻ മെഡിക്കൽ ഇലക്ട്രോണിക്സ് ആക്ച്വലി ക്വാളിഫിക്കേഷൻ ആസ് പെർ സ്പെഷ്യൽ റൂൾ NTC മെഡിക്കൽ ഇലക്ട്രോണിക് ടെക്നോളജിയും അതേപോലെ തന്നെ പോളിടെക്നിക് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ഇലക്ട്രോണിക്സും ആണ്. ഓക്കെ, അപ്പൊ ആ കോഴ്സ് ചെയ്തവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. പിന്നെ ഇക്വാലന്റ് ആൻഡ് ഹയർ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ട് നോക്കൂ, പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, മെഡിക്കൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് പ്രൊഡക്ഷൻ. അപ്പൊ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളവർക്കൊക്കെ പോളിടെക്നിക് ഡിപ്ലോമയും ബിടെക് ഉള്ളവർക്കും ബിടെക് ബയോമെഡിക്കൽ, ബിടെക് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ, അതേപോലെ എംടെക് ബയോമെഡിക്കൽ, എംടെക് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, എംടെക് ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പൊ ഇവർക്കൊക്കെ ഇക്വാലന്റ് ആൻഡ് ഹയർ വെച്ച് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ടെക്നീഷ്യൻ മെഡിക്കൽ ഇലക്ട്രോണിക്സ് ഈസിക്കാർക്കൊക്കെ ബിടെക് ഈസിക്കാർക്ക് കുറെ പേര് ഡൗട്ട് ചോദിച്ച കാര്യങ്ങൾ അവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഇലക്ട്രോണിക് മെക്കാനിക് ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബിടെക്കാർക്ക് അത് അപ്ലൈ ചെയ്യാം, ഇസിക്കാർക്കും ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻകാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. എംടെക്കാർക്കും എംടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻസ്ട്രുമെന്റേഷൻ VLSI എടുത്തവർക്കും ഒക്കെ തന്നെ അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതാണ് ഇലക്ട്രോണിക്സിലെ നമ്മളെ പോസ്റ്റുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും അതിന്റെ ഡീറ്റെയിൽസും. ഓക്കെ, അടുത്തത് ഇലക്ട്രിക്കൽ ആണ്. ഇലക്ട്രിക്കൽ നമുക്ക് 672/2023 ആൻഡ് 673/2023 ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കും വയർമാൻ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പൊ അതിന്റെ വേക്കൻസീസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന്റെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കാണെങ്കിൽ NTC ഇലക്ട്രീഷ്യൻ, പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതിൽ ഇക്വാലൻസി വെച്ച് ചെയ്യാൻ പറ്റുന്നത് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ബിടെക് ട്രിപ്പിളിക്കാർക്ക് അപ്ലൈ ചെയ്യാം. പവർ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ സിസ്റ്റം എടുത്തവർക്ക്, ഇനി എംടെക്കിലാണെന്നുണ്ടെങ്കിൽ പവർ ഇലക്ട്രോണിക്സ് എടുത്തവർക്കും ഒക്കെ തന്നെ ഇത് അപ്ലൈ ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അഗൈൻ വയർമാൻ ആണെന്നുണ്ടെങ്കിലും NTC വയർമാൻ, പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ഇക്വാലൻസി വെച്ചിട്ട് ബിടെക്കുകാർക്ക് ബിടെക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, പവർ ഇലക്ട്രോണിക്സ്, എംടെക് പവർ ഇലക്ട്രോണിക്സ് ഒക്കെ എടുത്തവർക്ക് ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇലക്ട്രിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് പോസ്റ്റുകൾ, ഒന്ന് ഇലക്ട്രീഷ്യൻ പോസ്റ്റും ഒന്ന് വയർമാൻ, ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ വയർമാൻ, ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ പോസ്റ്റുകളിലേക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, സോ ഇത്രയാണ് അതിന്റെ ഡീറ്റെയിൽസ്. ഇനി ഇതിൽ നമ്മൾ ഇലക്ട്രോണിക്സിന്റെയും ഇലക്ട്രിക്കലുകാർക്കും ഉള്ള കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മിക്കവാറും അതൊരു കോംബോ കോഴ്സ് ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. കാരണം ഇപ്പൊ ഈ 3 പരീക്ഷ ഇലക്ട്രോണിക്സുകാർക്ക് ഈ 3 പരീക്ഷ എഴുതാമെന്ന് പറഞ്ഞാൽ 3 പരീക്ഷയ്ക്കും സെപ്പറേറ്റ് ആയിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ആവശ്യം ഇല്ലാതെ തന്നെ ഇതിലേക്ക് എല്ലാത്തിലേക്കും വേണ്ടിയുള്ള ഒരു കോംബോ കോഴ്സ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. വിച്ച് മീൻസ് ആ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 3 പരീക്ഷയും എഴുതാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ അതിന്റെ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇലക്ട്രിക്കലുകാർക്കുള്ള കോഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഉടനെ തന്നെ നമ്മൾ അതിന്റെ സിലബസ് ഡിസ്കഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനായിട്ടും അതേപോലെ തന്നെ നമ്മളെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയിക്കുന്നതായിരിക്കും. ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അതിന്റെ അപ്ഡേറ്റ്സ് കിട്ടും. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ 31-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റിലേക്ക് പോവാതെ അതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യാം. ലെർണിനോടൊപ്പം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ്സ് കിട്ടും. താങ്ക് യു.